ബ്രിട്ടീഷ് സിവിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരം ഒരു പാലം നിർമ്മിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാന ഭാഗം ബെയ്ലി ഉപയോഗിച്ചാണ് ഈ പാലങ്ങളെ ബെയ്ലി പാലം എന്ന് വിളിക്കാൻ തുടങ്ങിയത്. രണ്ടാം ലോക മഹായുദ്ധ സമയത്തായിരുന്നു യുദ്ധത്തിനു സഹായകമായി ഉത്തരാഫ്രിക്കയിൽ ബ്രിട്ടന്റെ ടാങ്കുകൾക്ക് ദുർഘടമായ മലനിരകൾ കടന്നുപോകാൻ ആദ്യമായി ഇത്തരം പാലങ്ങൾ ബെയ്ലി നിർമ്മിച്ചത്. അതിൽ ഒരു പാലത്തിന്റെ മാതൃക തന്റെ ഉന്നത ഉദ്യോഗസ്ഥനെ കാണിക്കുകയും അതിൽ വലിയ ഉപയോഗക്ഷമത കണ്ട അദ്ദേഹം അത് നിർമ്മിക്കാൻ അനുമതി നൽകുകയും ചെയ്തു. 1941-ലും 42-ലും ബ്രിട്ടീഷ് മിലിറ്ററി ഈ പാലങ്ങൾ ഉണ്ടാക്കി പരീക്ഷിച്ചു. അന്ന് പലതരത്തിൽ ഇത് നിർമ്മിച്ചു നോക്കി. താങ്ങുപാലം, ആർച്ചുപാലം, പരന്ന ട്രസ്റ്റ് പാലം എന്നിങ്ങനെ പലതരത്തിലും. ആവോൺ നദിക്കും സ്റ്റൗർ നദിക്കും അടുത്തുള്ള ചതുപ്പ് പ്രദേശത്തെ കുറുകെ മുറിക്കുന്ന മദർ സില്ലേഴ്സ് ചാനലിനു മുകളിലൂടെയാണ് ആദ്യം ഇതു നിർമ്മിച്ചത്. അത് അവിടെ ഒരു പ്രവർത്തനക്ഷമമായ പാലമായി ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. അനേകം പരീക്ഷണ നിർമ്മാണത്തിനും ഉപയോഗത്തിനും ശേഷം ഇത് കോർപ്സ് ഓഫ് റോയൽ മിലിറ്ററി എഞ്ചിനീയേഴ്സിനായി നൽകപ്പെട്ടു. 1944 ആയപ്പോഴേക്കും ഇത് കൂടുതൽ നിർമ്മിച്ചു തുടങ്ങി. US ഇതിന് അനുമതി നൽകി. അവർ അവരുടേതായ രൂപകൽപ്പനയിലാണ് ഇത് നിർമ്മിക്കുന്നത്. ബെയ്ലിക്ക് തന്റെ കണ്ടുപിടുത്തത്തിന് പ്രഭു പദവി ലഭിക്കുകയുമുണ്ടായി. 1996 നവംബർ 8-നാണ് ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ഒരു ബെയ്ലി പാലം നിർമ്മിച്ചത്. പമ്പാ നദിക്കു കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലായിരുന്നു അത്. റാന്നിയിലെ പമ്പാ നദിക്കു കുറുകെയുള്ള 36 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് ആ പാലത്തിനു പകരം ഒരു താൽക്കാലിക ബെയ്ലി പാലം സൈന്യം നിർമ്മിച്ചത്. അടുത്ത 2 മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കുറുകെ കടന്നത്. ആദ്യമായി സൈനികാവശ്യത്തിനായി ഒരു ബെയ്ലി പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ്. ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കുമിടയിൽ ഇന്ത്യൻ ആർമിയാണ് ഇത് നിർമ്മിച്ചത്. അതിന് 30 മീറ്റർ നീളമുണ്ടായിരുന്നു. ബ്രിട്ടീഷ്, കനേഡിയൻ, അമേരിക്കൻ കരസേനയാണ് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. ഇവയ്ക്ക് പല ഗുണങ്ങൾ ഉണ്ട്. ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യം ഇല്ല. കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളോ വേണ്ട. തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുമ്പേ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രക്കിൽ കയറ്റി കൊണ്ടുപോവാൻ പ്രയാസമില്ല. ഭാരം കുറഞ്ഞ പീസുകളായതിനാൽ കൈകൊണ്ട് വെച്ചുപിടിപ്പിക്കാം. ക്രെയിനിൻ്റെ ആവശ്യം ഇല്ല. ഇവ നല്ല ഉറപ്പുള്ളവയുമാണ്. വലിയ ടാങ്കുകളെ വരെ ഇതിലൂടെ കൊണ്ടുപോവാം. സിവിൽ എഞ്ചിനീയറിംഗിൽ ഇവ വളരെ കാര്യങ്ങൾക്കായി ലോകവ്യാപകമായി ഉപയോഗിക്കുന്നു. യുദ്ധമേഖലകളിലും അതേപോലെ തന്നെ ദുരന്ത മേഖലകളിലും ബെയ്ലി പാലങ്ങൾ നൽകുന്ന സഹായങ്ങൾ വളരെ വലുതാണ്.